ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിൻ്റെ മെം സീരീസിലേക്ക് സ്വാഗതം. PSC പരീക്ഷകളിലെ വളരെ സുപ്രധാന മേഖലകളായിട്ടുള്ള മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നീ ഏരിയസിൽ നിങ്ങൾക്ക് വളരെയധികം പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹാജാസ് ക്ലാസ്സസിൻ്റെ ഫ്രീ സീരീസാണ് മെം സീരീസ്. സോ ഇതിൽ ഇംഗ്ലീഷാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ പരീക്ഷകളിൽ മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം. ദ ഒപ്പോസിഷൻ പാർട്ടി ഡാഷ് എ സ്ട്രൈക്ക്. പ്രതിപക്ഷ സംഘം അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടി ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തു എന്ന അർത്ഥമാണ് നമുക്ക് വരേണ്ടത്. സോ ഇവിടെ ഫ്രൈസൽ വേർബ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, അല്ലേ? ഫ്രൈസൽ വേർബ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ സമരത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു, ഡിമാൻഡ് ചെയ്തു എന്നർത്ഥമുള്ള ഓക്സിലറി ഏതെന്നാണ് ചോദ്യം. സോ ഇവിടെ പഠിച്ചു വെക്കുക. കോൾ ഫോർ ആണ്. ഒരു കാര്യം ഡിമാൻഡ് ചെയ്യുക എന്ന മീനിങ്ങിന് കോൾ ഫോർ ആണ് വരുന്നത് കേട്ടോ. ഒരു കാര്യം ഡിമാൻഡ് ചെയ്യുക, ഒരു കാര്യം ആവശ്യപ്പെടുക, സമരത്തിന് ആഹ്വാനം ചെയ്തു, ഡിമാൻഡ് ചെയ്തു, അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരു പ്രഖ്യാപനം നടത്തിയെന്ന അർത്ഥത്തിന് കോൾ ഫോർ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇവിടെ കണ്ടില്ലേ, കോൾ ഓൺ. കോൾ ഓൺ എന്ന ഫ്രൈസൽ വേർബിന്റെ അർത്ഥം വിസിറ്റ് എ പേഴ്സൺ എന്നാണ് കേട്ടോ. ഒരു വ്യക്തിയെ സന്ദർശിച്ചു. ഇനി കോൾ അറ്റ് ആവുമ്പോൾ അവിടെ വിസിറ്റ് എ പ്ലേസ്. ഒരു സ്ഥലം സന്ദർശിക്കുന്നതിന് നമ്മൾ എന്ത് പറയും? കോൾ അറ്റ് പറയും. കോൾ ഫോർ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിമാൻഡ് ആണ്, ഡിമാൻഡ് കേട്ടോ, ഡിമാൻഡ് ചെയ്യുക. ദെൻ അടുത്ത കോൾ ഓഫ്. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ, ഒരു കാര്യം റദ്ദാക്കുന്നതിനാണ് കോൾ ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ കോൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ, കോൾ അറ്റ് വിസിറ്റ് എ പ്ലേസ്, കോൾ ഫോർ ഡിമാൻഡ്, കോൾ ഓഫ് ക്യാൻസൽ. സെറ്റ് അല്ലേ? ദെൻ അടുത്തതിലേക്ക് വരാം. ഹി ബിലോങ്സ് ടു എ ഡാഷ് ഫാമിലി. അപ്പോൾ ഇത് കൺഫ്യൂസിങ് വേർഡ്സ് എന്ന മേഖലയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ഹി ബിലോങ്സ് ടു എ ഡാഷ് ഫാമിലി. എങ്ങനത്തെ കുടുംബത്തിലെ അംഗമാണ് അയാൾ? അപ്പോൾ കുലീനമായിട്ടുള്ള കുടുംബം എന്ന അർത്ഥത്തിനാണ് നമുക്ക് വേണ്ടത്. സോ ഓപ്ഷൻ ബി ആണ് ഉത്തരം. കുലീനം എന്ന അർത്ഥത്തിന് ഓപ്ഷൻ ബി. ജെൻറ്റീൽ ആണ് കേട്ടോ, ജെൻറ്റീൽ, കുലീനമായിട്ടുള്ളത് കേട്ടോ, കുലീന കുടുംബം. അപ്പൊ ജെൻറ്റീൽ ഫാമിലി, നോബിൾ ഫാമിലി എന്ന അർത്ഥത്തിനാണ് കേട്ടോ. നോബിൾ ഫാമിലി, കുലീനമായിട്ടുള്ള കുടുംബം. സെറ്റ് അല്ലേ? ഇനി ജെനിറ്റൽ. ജെനിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ജെനിറ്റൽ എന്ന് പറഞ്ഞാൽ ഉൽപാദനപരമായ, റീപ്രൊഡക്റ്റീവ് എന്ന മീനിങ്ങിനാണ് ജെനിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. റീപ്രൊഡക്റ്റീവ്, ഉൽപാദനപ്രദമായിട്ടുള്ള. ദെൻ അടുത്തത് ജെനി. ജിനി എന്ന് പറയുന്നത് നമ്മൾ ജിന്ന് എന്ന അർത്ഥത്തിന്, ജിന്ന് അറിയാലോ, ജിന്ന് അല്ലെങ്കിൽ ഭൂതം, ഗോസ്റ്റ് എന്നൊക്കെ മീനിങ്ങിനാണ് ജെനി യൂസ് ചെയ്യുന്നത്. ദെൻ ജെനിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ജെനിയൽ ഗ്രേസ്ഫുൾ ആണ്, പ്രസന്നമായ എന്ന അർത്ഥത്തിനാണ്, പ്രസന്നമായ എന്ന അർത്ഥത്തിനാണ്. സോ ജെൻറ്റീൽ പഠിച്ചു വെക്കുക. പലപ്പോഴും ആളുകൾ ജെൻറ്റീൽ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പദമില്ല എന്ന അർത്ഥത്തിനൊക്കെ ധരിച്ചു പോകും. അപ്പോൾ ജെൻറ്റീൽ എന്ന് പറഞ്ഞാൽ നോബിൾ ഫാമിലി എന്ന അർത്ഥത്തിനാണ്. നമ്മുടെ ഉത്തരവും അത് തന്നെയാണ്, ഓപ്ഷൻ ബി ആണ്. സെറ്റ് അല്ലേ? ദെൻ അടുത്ത ചോദ്യം, വുഡ് യു മൈൻഡ് ഡാഷ് ഓഫ് ദ ഫാൻ. അപ്പോൾ ഇതൊരു പ്രയോഗമാണ്, വുഡ് വെച്ച് വരുന്ന ഒരു പ്രയോഗമാണ്. വുഡ് വെച്ച് വന്നു കഴിഞ്ഞാൽ വുഡിന് ശേഷം വുഡ് സബ്ജക്റ്റ്, പിന്നെ ഒരു നൗണിന് ശേഷം പിന്നെ വരുന്നത് ING ഫോം ഓഫ് ദി വേർഡ് ആണ്, ജെറണ്ട് ആണ് വരുന്നത്. അപ്പോൾ വുഡിന് ശേഷം ജെറണ്ട് ആണ് വരുന്നത് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. വുഡ് യു മൈൻഡിന് ശേഷം വെർബ് പ്ലസ് ING. അപ്പോൾ വുഡ് യു അതിന് ശേഷം ജെറണ്ട് ആണ് വരുന്നത്. അപ്പോൾ ജെറണ്ട് എന്ന് പറഞ്ഞാൽ ING ഫോം ഓഫ് ദ വെർബ് ആണ്. ഓപ്ഷൻ ഡിയിലാണ് ജെറണ്ട് വരുന്നത്. സോ ഓപ്ഷൻ ഡി, സ്വിച്ചിങ് ഓഫ് ദ ഫാൻ. നിനക്ക് ഒന്ന് ഫാൻ ഓൺ ചെയ്ത് തരാമോ എന്ന അർത്ഥത്തിനുള്ള ഒരു അഭ്യർത്ഥനയാണിത് കേട്ടോ. ഒരു യൂസേജ് ആണ്. SCRT SSLC 10ാം ക്ലാസ്സിലേക്ക് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. SCRT ഗ്രാമറാണ്, പഠിച്ചു വെക്കുക. ദെൻ അടുത്തത് ദ ഫെമിനൈൻ ജെൻഡർ ഓഫ് ലാഡ്. ലാഡ് എന്ന് പറഞ്ഞാൽ പയ്യൻ എന്ന അർത്ഥമാണ്. പയ്യൻ അല്ല, നമ്മൾ പയ്യൻ എന്ന് പറയല്ലേ, പയ്യൻസ്. അപ്പോൾ ലാഡ് പയ്യൻ എന്ന അർത്ഥത്തിനാണ്. അപ്പോൾ അതിൻ്റെ നേരെ പെൺകുട്ടി, ലാസ് ആണ് കേട്ടോ. ലാസ്, പെൺകുട്ടി. സെറ്റ് അല്ലേ? ദെൻ ലേഡി എന്ന് പറഞ്ഞാൽ എന്താ? ലേഡി എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്ന അർത്ഥമാണ്. മാൻ, ലേഡി അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ദെൻ ലെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇടുക, ലയർ, കള്ളം പറയുന്ന ആൾ എന്ന അർത്ഥത്തിനാണ് കേട്ടോ. നമുക്ക് ലാസ് ആണ്. ലാഡ്, ലാസ് സ്ഥിരം ചോദിക്കുന്ന സാധനമാണ് കേട്ടോ. റിപ്പീറ്റഡ് PYQ ആണ്. ഇത് PYQ ആണ്, ഇത് റിപ്പീറ്റഡ് PYQ ആണ്. സെറ്റ് അല്ലേ? ദെൻ അഞ്ചാമത്തെ ചോദ്യം, ടാഗോർ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പോയറ്റ്സ് ഓഫ് മോഡേൺ ഇന്ത്യ. ഇന്ത്യയിലെ മഹാന്മാരായ കവികളിൽ ഒരാളാണ് ടാഗോർ.
ഇത് ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് അല്ലേ, ഏറ്റവും മഹാൻ എന്ന അർത്ഥത്തിലാണ് സൂപ്പർലേറ്റീവ്. സോ ഇതിനെ കമ്പാരിറ്റീവ് ആക്കാനാണ്, സൂപ്പർലേറ്റീവിനെ കമ്പാരിറ്റീവ് ആക്കാനാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. സൂപ്പർലേറ്റീവ് സ്പെല്ലിംഗ് ഒന്നുകൂടി എഴുതാം, സൂപ്പർലേറ്റീവ്. ഇതിനെ കമ്പാരിറ്റീവ് ആക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരാളോട് കമ്പയർ ചെയ്യണം. അപ്പോൾ ഇവിടെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് അല്ലെ, വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് മഹാനായ കവികളിൽ ഒരാളാണ്. അപ്പോൾ ഒരുപാട് കവികളെക്കാൾ മികച്ച ആളാണ് എന്ന അർത്ഥത്തിന് പറയണം അല്ലെ, ഒരുപാട് കവികളെക്കാൾ മികച്ച ഒരാളാണ് നമ്മുടെ ടാഗോർ. സോ അവിടെ നമുക്ക് മെനി യൂസ് ചെയ്യാം, മെനി അതർ. എനി യൂസ് ചെയ്യാൻ പറ്റില്ല, ഈ രണ്ട് എനി യൂസ് ചെയ്യാൻ കഴിയില്ല, കാരണം എനി നെഗറ്റീവ് സെന്റൻസിനൊപ്പം വരുന്നതാണ്. സോ നമുക്ക് എയും വെട്ടാം ഡിയും വെട്ടാം, ഇത് രണ്ടും തെറ്റാണ്. ഇനി മനസ്സിലാക്കുക, മെനി അതർ പോയറ്റ്സ് എന്നാണ് വരേണ്ടത്, മെനി അതർ പോയറ്റ് എന്നല്ല അല്ലെ, അതർ വന്നാൽ പിന്നെ പോയറ്റ്സ് ആണ് വരേണ്ടത്. സോ ഓപ്ഷൻ ബി ആണ് ഉത്തരം കേട്ടോ. ഇവിടെ മോഡേൺ എന്ന് തന്നെയാണ്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, അത് മോഡേൺ തന്നെ എന്ന് തന്നെയാണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ടാഗോർ ഈസ് ഗ്രേറ്റർ ദാൻ മെനി അതർ പോയറ്റ്സ്. ഇവിടെ മെനി അതർ പോയറ്റ് എന്നേ ഉള്ളൂ, അതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക് കേട്ടോ. മെനി അതർ പോയറ്റ്സ് എന്നാണ് വരേണ്ടത്. സെറ്റ് അല്ലേ? ദെൻ അടുത്തത് ഇഫ് ക്ലോസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇഫ് യു വെന്റ് ദെയർ യു ഡാഷ്. സോ രണ്ടാമത്തെ ക്ലോസ് ആണ്. ഇഫ് ക്ലോസിൽ സബ്ജക്റ്റിന് ശേഷം V2 ആണ് വരുന്നതെങ്കിൽ, V2 രണ്ടാമത്തെ ക്ലോസ് ആണ്. അപ്പൊ മെയിൻ ക്ലോസിൽ എന്ത് വരണം? വുഡ് പ്ലസ് അല്ലെങ്കിൽ മോഡൽ ഓക്സിലറിയിലെ ഏതെങ്കിലും ഒരു ഫോം, വുഡ് പ്ലസ് V1 വരണം. അപ്പൊ നമുക്ക് വുഡ് പ്ലസ് V1 വന്നിട്ടുള്ളത് ഏതാ? ഇവിടെ വുഡ് അല്ലെങ്കിൽ കുഡ്, മോഡൽ ഓക്സിലറിയിൽ ഏതും വന്നാൽ മതി. കുഡ് പ്ലസ് V1 കറക്റ്റ് ആയിട്ടുണ്ട്, ഓപ്ഷൻ എ വന്നിട്ടുണ്ട്. ഇവിടെ ക്യാൻ തെറ്റി, ഇവിടെ കുഡ് വന്നു പക്ഷേ ശേഷം ഹാവ് വന്നു, ഇവിടെയും ഹാവ് വന്നു, അതുകൊണ്ട് അതും വരാൻ പാടില്ല. സോ ഓപ്ഷൻ എ തന്നെയാണ് നമ്മുടെ ഉത്തരം. ഇഫ് യു വെന്റ് ദെയർ, നീ അവിടെ പോയിരുന്നുവെങ്കിൽ നിനക്ക് അവനെ കാണാൻ കഴിയുമായിരുന്നു. അപ്പൊ അവൻ പോയിട്ടില്ല, അതുകൊണ്ട് കാണാനും കഴിഞ്ഞിട്ടില്ല അല്ലേ. ദെൻ അടുത്ത ചോദ്യം, എവ്രി അഡൽട്ട് ഹാസ് ദ റൈറ്റ് ടു മാരി ഡാഷ്. എല്ലാ അഡൽട്ടിനും എന്തിനുള്ള അവകാശമുണ്ട്? വിവാഹം കഴിക്കാനുള്ള അവകാശമുണ്ട്. ഇതൊരു ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നുള്ള ചോദ്യമാണ്, അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് വരുന്ന സമയത്ത് നമുക്കറിയാം ഓക്സിലറി വെർബും നമ്മുടെ പ്രൊനൗണും ചേർന്നതാണ് ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്ന് നമുക്കറിയാം. സോ ഇവിടെ ഓക്സിലറി തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഇവിടെ എവ്രി ആണ് വന്നിട്ടുള്ളത്. എവ്രി വരുന്ന സമയത്ത് ഇവിടെ ഹാസ് തന്നെയാണ് വരുന്നത്, സിംഗുലർ ആണ് വരുന്നത്. പക്ഷെ ഇതിന്റെ മീനിങ് എന്താ? ഇതിന്റെ മീനിങ് പ്ലൂറൽ അല്ലേ, മീനിങ് പ്ലൂറൽ ആണ്, എവരിക്ക് പ്ലൂറൽ മീനിങ് ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ ടാഗ് എടുക്കുന്ന സമയത്ത് എവരിക്ക് നമ്മൾ ദേ എടുക്കുള്ളൂ. ഓപ്ഷനിലെല്ലാം ദേ തന്നെ വന്നതുകൊണ്ട് അവിടെ നമുക്ക് കൺഫ്യൂഷൻ വന്നിട്ടില്ല. ദെൻ ദേ തന്നെ നമുക്ക് അവിടെ വരാം. ദെൻ ഓക്സിലറി എടുക്കുന്ന സമയത്ത് നമ്മൾ ഹാസ് എടുക്കില്ല, ദേ പ്ലൂറൽ അല്ലേ. എപ്പോഴും പ്രൊനൗണിന് തുല്യമായിട്ടുള്ള ഓക്സിലറി എടുക്കാൻ പാടുള്ളൂ. ഹാസ് ഒരിക്കലും എടുക്കരുത് കേട്ടോ, ഒരിക്കലും ഹാസ് ദേ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ വരില്ല. പ്രൊനൗണിന് തുല്യമായിട്ടുള്ള ഓക്സിലറിയാണ് നമ്മൾ എടുക്കേണ്ടത്. സോ ഇവിടെ ഹാസ് ആയിരുന്നു എങ്കിലും നമ്മൾ പ്രൊനൗൺ ആയിട്ട് ദേ എടുത്തത് കൊണ്ട് ഇവിടെ ഹാവ് കൊടുക്കണം. സോ ഓപ്ഷൻ സി ആണ് ഉത്തരം. ദേ ഹാവിൻറ്റ് ദേ കേട്ടോ, ഹാവിൻറ്റ് ദേ കേട്ടല്ലോ. ഇവിടെ നിങ്ങൾ മിസ്റ്റേക്ക് വരുന്നത്, ഇവിടെ ഹാസ് ഉള്ളത് കൊണ്ട് ഓപ്ഷനിലും ഹാസ് എടുക്കും, അങ്ങനെ എടുക്കില്ല. കാരണം എവരി പ്ലൂറൽ ആയിട്ട് പരിഗണിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ദേ ആണ് എടുക്കുന്നത്. സോ ദേ പ്ലൂറൽ അല്ലേ, അതുകൊണ്ട് എപ്പോഴും പ്രൊനൗൺ ഏതാണോ അതനുസരിച്ചുള്ള ഓക്സിലറിയെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ദേ ഹാസ് ഒരിക്കലും വരില്ല, ദേ ഹാവേ വരൂ കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ ഹാവിൻറ്റ് ദേ, ഓപ്ഷൻ സി ആണ് ഉത്തരം. ദെൻ എട്ടാമത്തെ ചോദ്യം, ഇഫ് യു ഡാഷ് ഐ വുഡ് ഹാവ് ട്രെയിൻഡ് യു. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കാം. സോ ഇത് ഇഫ് ക്ലോസ് ആണ്. ഇഫ് ക്ലോസിൽ ഇവിടെ വുഡ് ഹാവ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക മൂന്നാമത്തെ ഫോമാണ്, മൂന്നാമത്തെ കണ്ടീഷനാണ്. മൂന്നാമത്തെ ഇമ്പോസിബിൾ കണ്ടീഷനിൽ ഇഫ് ക്ലോസിൽ സബ്ജക്റ്റിന് ശേഷം എന്താ വരുന്നത്? ഹാഡ് പ്ലസ് V3 ഉള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇഫ് യു ഹാഡ് വാണ്ടഡ്, നിനക്ക് ആവശ്യമായിരുന്നുവെങ്കിൽ ഞാൻ ട്രെയിനിങ് തരാമായിരുന്നു. ഇത് ഇമ്പോസിബിൾ കണ്ടീഷനാണ്, അപ്പൊ നടന്നിട്ടില്ല, അപ്പൊ ഇനി നടക്കാൻ ഒരു സാധ്യതയും ഇല്ല. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സെറ്റ് അല്ലേ? ദെൻ അടുത്ത ചോദ്യം, ഐ മെറ്റ് ഹിം ഡാഷ് മൈ അങ്കിൾസ് ഹോം. ഞാൻ അവനെ എൻ്റെ അങ്കിളിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടുമുട്ടി. അപ്പോൾ ഇവിടെ അങ്കിളിൻ്റെ വീട്, അപ്പോൾ വീട്ടിൽ വെച്ച് കണ്ടുമുട്ടി എന്നൊക്കെ പറയാൻ വേണ്ടി അറ്റാണ്, ഒരു ചെറിയ സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി എന്ന് സൂചിപ്പിക്കുന്നതിന് അറ്റ് എന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുക കേട്ടോ, അറ്റ്. ദെൻ അടുത്ത ചോദ്യം, ഹാവ് യു റീഡ് ഒതല്ലോ? ഷേക്സ്പിയറിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നോവലാണ്, ഒരു ഡ്രാമയാണ് ഒതല്ലോ.
നിങ്ങൾ ഒതെല്ലോ വായിച്ചിട്ടുണ്ടോ ടീച്ചർ എന്നോട് ചോദിച്ചു. ഇത് ഡയറക്റ്റ് സ്പീച്ച് ആണ്. ഇതിനെ റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നു. റിപ്പോർട്ട് ചെയ്യാൻ പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച സെന്റൻസ് പറഞ്ഞിട്ടാണ് ടീച്ചർ എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിൽ ദ ടീച്ചർ ആസ്ക്ഡ് മീ എന്നുള്ളത് അവസാനമോ ആദ്യത്തിലോ വരും. അത് നമുക്ക് പ്രശ്നമല്ല. പക്ഷെ നമ്മളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദ ടീച്ചർ ആസ്ക്ഡ് മീ തുടക്കത്തിൽ തന്നെ വരണം. ഇവിടെ എല്ലാത്തിലും ദ ടീച്ചർ ആസ്ക്ഡ് മീ എന്ന് തുടക്കത്തിൽ തന്നെ വന്നിട്ടുണ്ട്. സെറ്റ് അല്ലേ? ദെൻ രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ മീ വന്നിട്ടേ ഇല്ല, അതുകൊണ്ട് നമുക്ക് വെട്ടാം അല്ലേ. ഇത് ടീച്ചർ ആസ്ക്ഡ് മീ എന്ന് അവിടെ മീ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മീ വരാത്തതുകൊണ്ട് നമുക്ക് തുടക്കത്തിൽ അത് അങ്ങോട്ട് കളയാം. ദെൻ പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇത് തന്നിരിക്കുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ നമ്മൾ കണക്റ്റിംഗ് വേർഡ് ആയിട്ട് ഇഫ് അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്തിരിക്കണം. നമ്മുടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇവിടെ വെദർ ഉണ്ട്, ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഇവിടെ ദാറ്റ വന്നത്, അപ്പോൾ അത് നമുക്ക് കളയാം. ഇവിടെ രണ്ട് സ്ഥലത്തും വെദർ ഉണ്ട്. ദെൻ യു, ഇവിടെ യു വന്നാൽ അതിനർത്ഥം കേട്ടിരിക്കുന്ന ആൾ എന്നർത്ഥമാണ്. ഇവിടെ കേട്ടിരിക്കുന്ന ആൾ മീ ആണ് അല്ലെ, മീ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ അത് ഐ ആയി മാറും. അപ്പൊ ഇവിടെയും ഐ വന്നിട്ടുണ്ട്, ഇവിടെയും ഐ വന്നിട്ടുണ്ട്. ദെൻ ഹാവ് യു റീഡ് ആണ്. അപ്പൊ ഹാവ് പാസ്റ്റ് ആക്കണം, ഹാവിനെ പാസ്റ്റ് ആക്കണം. നിങ്ങൾ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ സെന്റൻസിൽ ആദ്യം ഓക്സിലറി വരും, പിന്നെ സബ്ജക്റ്റ് വരും. പക്ഷെ ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സബ്ജക്റ്റ് ആദ്യവും ഓക്സിലറി രണ്ടാമതുമാണ് എഴുതേണ്ടത് കേട്ടോ. ചോദ്യത്തിൽ ഓക്സിലറി എപ്പോഴും സബ്ജക്റ്റിന് മുന്നിൽ വരും. നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സബ്ജക്റ്റിന് ശേഷമാണ് ഓക്സിലറി എഴുതേണ്ടത്. സോ നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് ഐ ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. ദെൻ ഐക്ക് ശേഷം നമ്മൾ ഹാവിൻ്റെ പാസ്റ്റ് ഹാഡ് ആണ്. സോ നമുക്ക് ബിയും വെട്ടാം, എയും വെട്ടാം, ബാക്കി എല്ലാം വെട്ടാം. ഓപ്ഷൻ ഡിയിലാണ് കറക്റ്റ് വന്നിട്ടുള്ളത്. വെദർ ഐ ഹാഡ് റീഡ് അതല്ലോ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ യുവിനെ ഐ ആക്കി മാറ്റി. ദെൻ ഹാവിനെ സബ്ജക്റ്റിന് ശേഷം പാസ്റ്റ് ആക്കി, ഹാവിൻ്റെ പാസ്റ്റ് ഹാഡ് ആണ്, പാസ്റ്റ് ആക്കി എഴുതുന്നു. ദെൻ റീഡ് V3 ഒതല്ലോ. സോ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? സോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് മുൻകഴിഞ്ഞ LD പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ അത് കൃത്യമായിട്ടും ഓർത്ത് വയ്ക്കുക. പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതിനു മുന്നേ നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസും മറ്റു കാര്യങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.